ഇന്ന് നമുക്ക് യൂട്യൂബിൽ വന്നിരിക്കുന്ന 4-5 അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൽ ഈ 5 അപ്ഡേറ്റ്സിൽ ആദ്യത്തേതാണ് AI ഡിറ്റക്റ്റിംഗ് ആൻഡ് AI ലേബലിംഗ്. ഇതെല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല. യൂട്യൂബ് ചാനൽ നന്നായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കാം. വീഡിയോ AI ക്രിയേറ്റഡ് ആണെങ്കിൽ ഓൾട്ടേഡ് കണ്ടൻറ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കുമല്ലോ. അതിൽ നമ്മൾ ക്ലിക്ക് യെസ് അല്ലെങ്കിൽ നോ കൊടുക്കും. ഇത് ഓൾറെഡി ഉള്ള ഓപ്ഷനാണ്. ഇതിലാണ് യൂട്യൂബ് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കുന്നത്. ഓൾട്ടേഡ് കണ്ടൻറ് നെയിം നമ്മൾ ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ AI ഈ നെയിം ഇത് നമ്മൾ യെസ് ഓർ നോ കൊടുക്കുന്നിടത്ത് AI യൂസ് ചെയ്യുകയാണ് യൂട്യൂബ്. നോ കൊടുത്ത സ്ഥലത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അത് യെസ് ആണെങ്കിൽ അത് യെസ് ആകുന്നു. ഇതാണ് അവിടെ വന്നിരിക്കുന്ന അപ്ഡേഷൻ. അതുകൊണ്ട് ഓൾട്ടേഡ് കണ്ടൻറ് പോളിസി വ്യക്തമാക്കി യെസ് ഓർ നോ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് AI യൂസ് ചെയ്ത് യെസ് ആണെങ്കിൽ അത് നോയും, നോ ആണെങ്കിൽ അത് യെസ് ആകും. പിന്നെ അത് വേറെ പ്രശ്നങ്ങളും പണിഷ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചാനലിന് പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ അപ്ഡേറ്റാണ് കസ്റ്റം ഫീഡ്. ഇതൊരു യൂട്യൂബ് യൂസ് ചെയ്യുന്ന ആൾക്കാണ് പ്രയോജനം ചെയ്യുന്നത്. നമ്മുടെ യൂട്യൂബ് എന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ വളരെ സ്ട്രോങ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാണ് പ്രയോജനം ചെയ്യുന്നത്. നമ്മുടെ ഫീഡ് എങ്ങനെയാണോ വേണ്ടത്, എക്സാമ്പിൾ കുക്കിംഗ്, ട്രാവൽ എക്സെട്ര, അതിൻ്റെ കറക്റ്റ് പ്രോംപ്റ്റ് കൊടുക്കാൻ അവിടെ സാധിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഹൊറിസോണ്ടൽ ലൈവ് സ്ട്രീമിംഗ് ഷോർട്ട് ഫീഡ്. ഷോർട്ടിൽ വെർട്ടിക്കൽ ലൈവ് സ്ട്രീം ചെയ്യാൻ സാധിക്കുന്നു. ഇനി ഹൊറിസോണ്ടലി അപ്ലോഡ് ചെയ്യുന്നവയും ഷോർട്ട് ഫീഡിൽ കാണിക്കും. ഇത് നല്ല രീതിയിൽ ലൈവ് ചെയ്യുന്നവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഏകദേശം സൈഡ് ബൈ സൈഡ് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഉള്ളതാണല്ലോ, വീഡിയോയുടെ സൈഡിൽ അഡ്വർടൈസ്മെൻറ്റ് കാണിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ വന്നിരിക്കുന്ന പ്രത്യേക അപ്ഡേറ്റാണ് ഇത്. ഇനി നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് നാലാമത്തേത് നാനോ ബനാന ഇൻ എഫക്റ്റ് മേക്കർ. യൂട്യൂബിൻ്റെ എല്ലാ കാര്യങ്ങളിലും AI ഇൻ്റഗ്രേഷൻ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മളെവിടെ നോക്കിയാലും അറിയാമല്ലോ. അപ്പോൾ യൂട്യൂബിൽ എന്ത് പോളിസി വയലേഷൻ ചെയ്താലും എന്തിപ്പോൾ ചെയ്താലും യൂട്യൂബ് അത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് പിന്നത്തേക്ക് വെക്കാതെ അപ്പോൾ തന്നെ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധിക്കും. അപ്പം കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴി നല്ല കറക്റ്റായിട്ട് പോയാൽ നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പിന്മാറാൻ സാധിക്കും. ഇനി അഞ്ചാമത്തെ അപ്ഡേഷനാണ് സ്പാം ആൻഡ് സ്കാം പോളിസി. യൂട്യൂബ് ഇതിൻ്റെ ആർട്ടിക്കിളിൽ നല്ല രീതിയിലുള്ള മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ പോളിസി എന്താണെന്ന് പലർക്കും ആർട്ടിക്കിൾ നോക്കിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഓരോ പോളിസീസും യൂട്യൂബ് എഴുതി വെച്ചിരിക്കുന്നത്. പല ചാനലുകളും ഇതുമൂലം ടെർമിനേറ്റ് അല്ലെങ്കിൽ സ്ട്രൈക്ക് വരികയും ഇങ്ങനെ പലതും നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്പാം ആൻഡ് സ്കാം പോളിസിയുടെ ആർട്ടിക്കിൾ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ആർക്ക് വേണമെങ്കിലും വായിക്കാനും അത് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഇതാണ് 5 അപ്ഡേഷൻസ്. ഇത് യൂസ് ചെയ്യേണ്ടവർക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ അതിൻ്റേതായ മാറ്റങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ, അതിൻ്റേതായ ഹൈപ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊണ്ടുവരാൻ സാധിക്കും. മാക്സിമം ഇത് ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് യൂട്യൂബ് ചാനൽ നല്ല സെറ്റാക്കി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.